ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മനോഹരമായ ഈ ഒരു നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ സകലകലാവല്ലവനും പിതാവിൻ്റെ ശ്രീമന്ത പുത്രനായ ദൈവം എനിക്ക് അനുവദിച്ചെന്ന മഹാസ്നേഹത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പക്ഷേ നിങ്ങൾ ദൈവവചനം കേട്ട് കാണും. ഈ സമയത്തും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. ദൈവവചനം പഠിക്കുവാനും കേൾക്കുവാനും ലഭിക്കുന്നതായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ജീവിതം, ഒരു ധന്യമായ ജീവിതം, ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളുടെ ജീവിതം ഒരു വഴികാട്ടിയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സംഭവ ബഹുലമായ ദിവസങ്ങൾ, ദിനങ്ങൾ കടന്നു പോകുമ്പോൾ അരുമനാഥനായ യേശു തന്നെ പ്രഖ്യാപിച്ചത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റമില്ല എന്ന് പ്രഖ്യാപിച്ച ആ ശ്രീമന്ത പുത്രനായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് വിടുതൽ, സൗഖ്യം, സമാധാനം ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ച അതേ വിഷയമാണ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചുള്ളതായ ഒരു ലഘു പഠനമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ശൗലിൻ്റെ മാനസാന്തരം. ഒരുപക്ഷെ നിങ്ങൾ ഈ വചനങ്ങൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എങ്കിലും ഈ അന്ത്യകാലത്ത് കുറച്ചുകൂടെ ദൈവത്തോട് അടുക്കുവാൻ ലഭിച്ചിരിക്കുന്ന ഒരു സുവർണ അവസരമാണ്. അത് നഷ്ടപ്പെടുത്താതിരിക്കുവാനായിട്ട് നമുക്കൊന്നുകൂടെ ദൈവത്തോട് പറ്റിച്ചേർന്ന് ആ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓട്ടം, നമുക്ക് ലഭിച്ചിരിക്കുന്ന കാഴ്ചപ്പാട് പ്രാർത്ഥനയോടെ നമുക്കത് നേരിടാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്ന് ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം ശൗലിൻ്റെ മാനസാന്തരമാണ്. ആദിമസഭയെ ആക്രമിക്കുന്ന ശൗലിൻ്റെ ഭാഗം ആരംഭിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 58 ഈ വാക്യത്തിലാണ്. വാസ്തവത്തിൽ ആ വചനം നമ്മൾ വായിക്കുമ്പോൾ വളരെ നിരാശയും ഭയവും ഉളവാക്കുന്നതായ രംഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ 58-ാം വാക്യം ഇപ്രകാരമാണ്: ഏഴാം അധ്യായം 58-ാം വാക്യമാണ്: അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു, സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. അപ്പോൾ ശൗലിനെ നമുക്ക് ആദ്യമായി കാണുവാൻ സാധിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 7-ാം അധ്യായം 58-ാം വാക്യത്തിലാണ്. ഇവിടെ അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിൻ്റെ ഭൗതിക ശരീരം മറവ് ചെയ്തു. തദവസരത്തിൽ യേശുവിനെ അറിഞ്ഞതായ ശിഷ്യഗണങ്ങളും ദൈവമക്കളും നിഷ്ഠുരമായ പീഡനത്തിൻ്റെ ഇരകളായി തീരുവാൻ ആഗ്രഹിച്ചതായ എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് അവർ ഓടി ഒളിക്കുവാനിടയായി. എങ്കിലും അതിൻ്റെ 8-ാം അധ്യായം അപ്പോസ്തലനായ പൗലോസിനെ കുറച്ചുകൂടെ നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ 8-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ
ഏൽപ്പിച്ചും കൊണ്ട് സഭയെ മുടിച്ചു പോന്നു. പ്രൈസ് ലോർഡ്. അത് ദാരുണ്യമായ ഒരു സംഭവമാണ് നമ്മളിവിടെ കേൾക്കുന്നത്. ദൈവസഭയെ മുടിപ്പിക്കുവാനും മുടിക്കുവാനും തകർക്കുവാനും അരുമനാഥനായ യേശു തമ്പുരാൻ ജനനം കൊണ്ട നിമിഷം മുതൽ യേശുനാഥൻ്റെ ജീവിതവും പ്രവൃത്തിയിലും മരണം വരെയും ശേഷം അപ്പോസ്തലന്മാരുടെ കാലഘട്ടം മുതൽ ഈ നിമിഷം വരെയും അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ശത്രുവാകുന്ന പിശാചികൻ ഒരു മറ സൃഷ്ടിച്ച് അതിനുള്ളിൽ കുടികൊണ്ട് മനുഷ്യവേഷം ധരിച്ചുകൊണ്ട് ദൈവസഭയും ദൈവമക്കളെയും ഓരോ പദ്ധതികളിലൂടെ തന്ത്രപരമായി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ സംഭവം ദൈവമക്കളെ പ്രാർത്ഥനയോടെ നിങ്ങൾ അറിയണം എന്ന് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം, ദൈവമക്കളെ അവരെ വീടുകളിൽ ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ച് പിടിച്ചിഴയ്ക്കുക എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്റെ പ്രവൃത്തിയിൽ ലൂക്കോസ് ഉപയോഗിക്കുന്ന പദങ്ങളും പൗലോസിനെ ഒരു വന്യമൃഗമായിട്ടോ ഒരു ക്രൂര മൃഗമായിട്ടോ ആണ് സങ്കല്പിക്കുന്നത്. കാരണം വലിച്ചിഴയ്ക്കുക, പിടിച്ചിഴയ്ക്കുക എന്ന് പറഞ്ഞത് ഒരു വന്യമൃഗത്തോട് ഉപമിക്കുകയാണ് പൗലോസിനെ. അങ്ങനെയാണല്ലോ ദൈവമക്കളെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വലിച്ചിഴച്ച് പിടിച്ചിഴച്ച്, സാധാരണ നിങ്ങൾ ചില ടെലിവിഷൻ മാധ്യമങ്ങളിൽ കണ്ടു കാണും, അനിമൽ പ്ലാൻ നിങ്ങൾ കണ്ടു കാണും, ചില വലിയ മൃഗങ്ങൾ മറ്റ് മൃഗങ്ങളെ ഓടിച്ചിട്ട് പിടിച്ചു അതിനെ കൊന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതായ രംഗം നിങ്ങൾ കണ്ടു കാണും. അതുപോലെയാണ് പൗലോസിൻ്റെ അല്ലെങ്കിൽ ശൗലിൻ്റെ ദൈവമക്കളുടെ കടന്നാക്രമണം. പക്ഷേ 8-ാം അധ്യായം 3 നമ്മൾ ചിന്തിച്ചതുപോലെ പിടിച്ചിഴച്ചു, വലിച്ചിഴച്ചു. ദൈവമക്കളെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ആ കാലഘട്ടത്തിൽ പാപപ്പെട്ടവരായ ദൈവത്തിൻ്റെ മക്കളെന്ന് അഭിമാനിക്കുന്ന, ദൈവത്തിൻ്റെ സാക്ഷികളായി തീർന്നിരിക്കുന്ന ദൈവമക്കളെ വലിച്ചിഴച്ച് സമൂഹ മധ്യത്തിലൂടെ, ജാതികളുടെ മുമ്പിലൂടെ, മനുഷ്യരുടെ മുമ്പിലൂടെ വലിച്ചിഴക്കപ്പെടുമ്പോൾ താങ്ങുവാനും തളലേകുവാനും ആശ്വസിക്കുവാനും ആശ്വാസ വാക്ക് പറയുവാനും ആരുമില്ലാതെ വരുന്ന ആ സന്ദർഭത്തിൽ അരുമനാഥൻ മാത്രം സകലവും നോക്കിക്കണ്ടുകൊണ്ട് സമയത്തിന് വേണ്ടി മാത്രം കാത്തിരുന്ന ആ ദൈവസന്നിധിയിൽ നോക്കുക, പാപം നമുക്ക് കരയുവാനും നിലവിളിപ്പാനും അല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ ജീവിതത്തിലില്ല. സ്തോത്രം. ഇവിടെ വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തുവാൻ ചില സംഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ നാം തുടർന്നും വായിക്കുമ്പോൾ അതിൻ്റെ 9-ാം അധ്യായം, അപ്പോസ്തലർ 9-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ നിന്നു. പ്രൈസ് ദി ലോർഡ്. ഏത് നിമിഷവും ഈ മാർഗക്കാരായ ദൈവത്തിൻ്റെ മക്കളെ പൂർണ്ണമായി നിഗ്രഹിക്കുക, അതിന് ഒരു വലിയ വെല്ലുവിളിയായി ഒരു ഉഗ്രസ്ഫോടനം വന്നതുപോലെ ശൗല് മഹാപുരോഹിതൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാര പത്രം വാങ്ങി. സ്തോത്രം.
വാസ്തവത്തിൽ പൗലോസ് അപ്പോസ്തലൻ സൻഗദ്രീൻ സംഘത്തിൻ്റെ ഒരംഗമാണ്. ഒരു നിസ്സാരനല്ല, സൻഗദ്രീൻ സംഘത്തിൻ്റെ ഒരംഗമാണ്. ആ അംഗമെന്ന നിലയിൽ സൻഗദ്രീൻ സംഘം എന്നൊരു പോലീസ് സേനയാണ്. ആ അധികാരം നൽകുന്നത് മഹാപുരോഹിതനാണ്. ഇവിടെ ചരിത്രത്തിലേക്കും വലിയ ഒരു മാനസാന്തര സംഭവ വിവരണങ്ങളാണ് ഈ 9-ാം അധ്യായത്തിൽ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യെരുശലേമിൽ നിന്ന് ദമസ്കോസിലുള്ള ദൂരം 140 മൈലുകളാണ്. ഉദ്ദേശം ഒരാഴ്ച തന്നെ നടപ്പുണ്ട്. ഹെർമോൺ മല കയറി വേണം ദമസ്കോസിലെത്താൻ. ആ വലിയ ദൗത്യത്തിന് വേണ്ടി ശൗലും സൻഗദ്രീൻ സംഘവുമായിട്ട് ഹെർമോൺ മല കയറി അതിൻ്റെ താഴ്വാരയിലൂടെ നടക്കുമ്പോൾ പ്രതികാരം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ പൂർണ്ണമായി നശിപ്പിക്കണമെന്ന വ്യാഗ്രതയോടുകൂടെ തൻ്റെ മതക്കാരുടെ മുമ്പിൽ ക്രിസ്ത്യാനിത്വത്തെ അല്ലെങ്കിൽ യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തെ പൂർണ്ണമായി നശിപ്പിച്ച് തൻ്റെ ഒരു മതം സ്ഥാപിക്കണം എന്ന വ്യാഗ്രതയോടും ഒരു പടയോട്ടം പൗലോസ് അവിടെ നയിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, കണ്ണം ചിപ്പിക്കുന്ന ചില കാഴ്ചകൾ, രംഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ആ പോകുന്ന യാത്രയിൽ ഒരുപക്ഷെ അവർ കാൽനടയായിട്ടായിരിക്കത്തില്ല, അന്ന് വാഹന മൃഗങ്ങളാണ് ഏറ്റവും കൂടുതൽ. പൗലോസ് ഒരുപക്ഷെ സഞ്ചരിച്ചത് കുതിരപ്പുറത്തായിരിക്കാം. ഏതാണ്ട് ഹെർമോൺ മല കയറി ഇനി ഒരു 4 ദിവസം മാത്രമേ ഉള്ളൂ ദമസ്കോസിലേക്ക് എത്തുവാൻ. ഹെർമോൺ മല കയറി ഇറങ്ങി അതിന് താഴ്വാരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ഒരൊറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ: ഇവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പ്രിയ ദൈവമക്കളെ, അതിൻ്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. ആ ഒരു വലിയ സംഘം മുന്നോട്ട് ജൈത്രയാത്ര ആരംഭിക്കുമ്പോൾ, ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, ദമസ്കോസിലേക്ക് ഈ മാർഗക്കാരെ, ദൈവമക്കൾ, ദൈവദാസനായ അപ്പോസ്തലനായ തേസ്പാനോസിൻ്റെ മരണത്തോടുകൂടെ ജനമെല്ലാം 4 ഭാഗത്തും ചിന്നച്ചിതറി ഓടുവാൻ തുടങ്ങി. എവിടെല്ലാം അവർ അഭയം പ്രാപിച്ച് നമുക്കാർക്കും അറിയത്തില്ല. എന്നാൽ കുറേ ആളുകൾ ദമസ്കോസിൽ ഉണ്ട് എന്ന് ശൗലിന് മനസ്സിലായി. അവരെ പൂർണ്ണമായി നിഗ്രഹിക്കുവാനുള്ള ചങ്കൂറ്റത്തോടെ ഇറങ്ങിത്തിരിക്കുകയാണ്. ദമസ്കോസിൻ്റെ പടിവാൽക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ, ആമേൻ സ്തോത്രം, പ്രതീക്ഷിക്കാത്ത സൂര്യനേക്കാളും ഭയങ്കരമേറിയ ഒരു പ്രകാശം അവൻ്റെ ദേഹം മുഴുവനും മിന്നിത്തിളങ്ങി. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ, അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വലിയ സൂര്യനേക്കാളും ശക്തിയേറിയ പ്രകാശം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണു. ആ വീഴുന്ന സമയത്ത് തന്നെ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അതിൻ്റെ 5-ാം വാക്യം എങ്ങനെയാണ്? നീ ആരാകുന്ന കർത്താവേ
എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്ന ഞാൻ. സ്തോത്രം. നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്ന ഞാൻ. കേട്ടറിഞ്ഞിട്ടുള്ളല്ലാതെ അവൻ കണ്ടിട്ടില്ല യേശുവിനെ. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് പോലും അവൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലായിരിക്കാം. ജനത്തെ മുഴുവനും നശിപ്പിക്കുക എന്ന ഒരൊറ്റ ചിന്തയും അതിനുവേണ്ടി അധികാരപത്രവും വാങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ ഇഞ്ചിഞ്ചായി കൊന്നു നുറുക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടതായ ശൗലിനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച അനന്തകോടി സൃഷ്ടിജാലങ്ങളെ പടച്ചവനായ ദൈവം അവനെ കൈയോടെ പിടിക്കുവാനിടയായി. സ്തോത്രം. അതിൻ്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ശൗൽ നിലത്തുനിന്ന് എഴുന്നേറ്റു കണ്ണു തുറന്നപ്പോൾ ഒന്നും കണ്ടില്ല. അവനെ കൈക്ക് പിടിച്ചു ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, ഇവൻ നിലത്തു വീണ് ആ നിമിഷത്തിൽ അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണുവാൻ കഴിഞ്ഞില്ല. സംഭവബഹുലമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു അത്ഭുതമാണ് അവിടെ നടന്നിരിക്കുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ അവസരത്തിൽ ശൗലിൻ്റെ ഒരു മാനസാന്തരത്തിൻ്റെ ആദ്യ പടി ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ 3 ദിവസം കണ്ണു തുറക്കുവാൻ കഴിയാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഇരുന്നു. ദൈവത്തിൻ്റെ അദൃശ്യമായ കരം അവൻ്റെ മേൽ തൊട്ട് കഴിഞ്ഞപ്പോൾ അവന് തിന്നുവാനും കുടിക്കുവാനും കഴിയാതെ അവൻ്റെ ജീവിതം തന്നെ അന്ധകാരത്തിലായി കഴിഞ്ഞു. എന്നാൽ അന്നത്തെ ശിഷ്യനായ, അന്നത്തെ അപ്പോസ്തലനായ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. ആ ദമസ്കോസിലായിരുന്ന അനന്യാസിനോട് കർത്താവായ യേശു അവനോട് സംസാരിക്കുന്നു. നീ വേഗം ദമസ്കോസിൽ ചെന്ന് നേർവീഥി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ശൗൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ട്. നീ അവനെ കൈവച്ച് പ്രാർത്ഥിച്ച് അവന് കാഴ്ച കൊടുക്കണം എന്ന് യേശു അനന്യാസിനോട് പറഞ്ഞു. അതിശയം തോന്നുകയാണ്. കാരണം ഈ വാക്ക് കേട്ടപ്പോൾ അനന്യാസ് പറഞ്ഞ ഇങ്ങനെയാണ്. അനന്യാസ് പറഞ്ഞത് എൻ്റെ 13-ാം വാക്യമാണ്. കർത്താവേ, ആ മനുഷ്യൻ യെരുശലേമിൽ എന്തെല്ലാം നാശങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവനാണ്. ആയിരക്കണക്കാളുകളെ കൊന്നവനാണ്. ആയിരക്കണക്ക് 10,000 ആളുകളെ ആ ദേശത്ത് നിന്ന് ഓടിച്ചവനാണ്. എത്രയോ പാപം സ്ത്രീകൾ, എത്രയോ യൗവനക്കാരായ മക്കളെ, എത്രയെത്ര കുടുംബങ്ങളെ സമാധാനം കൊടുക്കാതെ, സ്വസ്ഥത കൊടുക്കാതെ, ഉള്ള ആഹാരം സമാധാനം ഭക്ഷിപ്പാൻ കഴിയാൻ ഇടവരുത്താതെ, ഉള്ള ഭവനത്തിൽ സമാധാനത്തോടെ തലചായ്ക്കുവാൻ ഇടവരുത്താതെ അവരുടെ മേലെല്ലാം ഭീഷണി മുഴക്കി, അവിടെയെല്ലാം കലക്കി, ആരാധിക്കാൻ പോലും ഒരു സൗകര്യം ചെയ്തു കൊടുക്കാത്ത ഈ മനുഷ്യൻ്റെ അടുക്കൽ ഞാൻ പോകണമോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുക, എൻ്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നാമത്തിന് വേണ്ടി ഇനി എന്തെല്ലാം കഷ്ടങ്ങൾ, എന്തെല്ലാം അനുഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. താനൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയാണ്. 18-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം.
അങ്ങനെ അനന്യാസ് ആ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് എൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റു, സ്നാനം വേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ആഹാരം കഴിച്ച് ബലം പ്രാപിച്ചു. അപ്പോൾ ഒരു മാനസാന്തരം വന്നിട്ട് അവൻ സ്നാനം സ്വീകരിച്ചു. ദൈവമക്കളെ, ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ പൗലോസിൻ്റെ അല്ലെങ്കിൽ ശൗലിൻ്റെ ഈ ജീവിതത്തെ പോലെ ആയിത്തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. മനുഷ്യരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാൻ സാധ്യമല്ല. മാതാപിതാക്കളെ നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല. വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല. സമൂഹത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാൻ സാധ്യമല്ല. ഭാര്യയെ തിരിച്ചറിയാൻ കഴിയാൻ സാധ്യമല്ല. ഭർത്താവിനെ തിരിച്ചറിയുവാൻ സാധ്യമല്ല. മക്കളെ തിരിച്ചറിയാൻ നമുക്ക് സാധ്യമല്ല. മരുമക്കളെ തിരിച്ചറിയാൻ സാധ്യമല്ല. സമൂഹത്തെ പോലും നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല. അതിനേക്കാൾ ഉപരി ദൈവം ആരെന്ന് പോലും തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിയുടെ ജീവിതം. എന്നാൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ മാനസാന്തരം, ദൈവമക്കളെ, നാം ഒന്ന് കണ്ണൊടിച്ച് നോക്കുക. ആ മാനസാന്തരത്തിന് അപ്പോസ്തലനായ പൗലോസ് തന്നെ റോമർക്ക് ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു: അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായിരിക്കുന്നു. സ്തോത്രം. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യേശുവിനോടൊപ്പം ചേർന്നു അവൻ്റെ മരണത്തിൽ പങ്കാളിയായി അവനോടൊപ്പം മരിക്കുവാനും അവനോടൊപ്പം ജീവിക്കുവാനും പൗലോസ് തീരുമാനമെടുത്തു. ഫിലിപ്പിയർ ലേഖനത്തിൽ എൻ്റെ 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു: ഇനി ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. മാനസാന്തരം വന്നു കഴിഞ്ഞാൽ, മാനസാന്തരായി തീരുമ്പോൾ ഇനി യേശുവിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ തീരുമാനമെടുത്ത ആ ശൗല്, പ്രിയ ദൈവമേ, നമുക്കൊരു മാനസാന്തരം ആവശ്യമില്ലയോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ശൗലിൻ്റെ മാനസാന്തരം അവനൊരു പുതിയ പാതയിലേക്കുള്ള വഴിത്തിരിവായി തീർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഞങ്ങൾ കഴിഞ്ഞ ശൗലിനെ പോലെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം. മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയാതെ, സമൂഹത്തെ തിരിച്ചറിയാൻ കഴിയാതെ, രക്ഷകനെ തിരിച്ചറിയാൻ കഴിയാതെ എത്രയോ വർഷങ്ങൾ സ്വന്തം ജീവിതം പാഴിക്കളഞ്ഞു കർത്താവേ. എന്നാൽ ഇന്ന് ഞങ്ങൾ വചനം കേട്ട ഞങ്ങൾക്ക് യേശുവിനെ അറിയുവാൻ ഇത് മുഖാന്തരം ഇടയാക്കും. അവിടുന്ന് കേട്ടിരിക്കുന്ന എല്ലാവരോടും നീ മനസ്സലിയണം. അവിടെ രോഗത്തെ മാറ്റണം, പൂർണ്ണമായി വിടുവിക്കപ്പെടുവാൻ സഹായിക്കും. തുടർന്ന് ദൈവവചനം കേൾക്കുവാൻ സഹായിക്കണം. അവിടുന്ന് കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല ദൈവമേ. ആമേൻ.